സിനിമയിൽ ചേട്ടൻ സൈക്കോ ബാലനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റെഫറൻസ് എടുത്തത് ശ്രീനിവാസൻ്റെ മുതനോണ്ടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതല്ല ഞാൻ കോപ്പി അടിച്ചത്, രോമാഞ്ചത്തിൽ അർജുന അശോകൻ. ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പം. സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഒപ്പേട്ടൻ പറഞ്ഞപ്പം ഇങ്ങനെ ദീപുവിനെ പ്രവീഞ്ചനെ ഫസ്റ്റ് അവിടെ ദീപു എന്നെ വിളിച്ചു, കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. സൈക്കോയുടെ പ്രവർത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നുണ്ട്, അർജുന അശോകൻ. അവനെ അങ്ങനെ എന്നെ കോപ്പി അടിക്കാൻ നോക്കി. ഡയറക്ടറുടെ അടുത്ത് എടുത്തു നോക്കുമ്പോൾ ഉദാഹരണം കുഞ്ഞിരാമായണമായാലും അതിലും ഭയങ്കര രസമായിട്ടാണ് ഒരു ഗ്രാമം, ആ നാട്ടുകാർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെബ് സീരീസിൽ അങ്ങനെ തന്നെ. കാരണം ഇവിടെയുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും പേരുകൾ ഇരട്ട പേരുകളാണ്. ഇന്ന ആളുടെ കഥാപാത്രത്തിന് ഇരട്ട പേര്, അങ്ങനെ ഒരു ശരിക്കും നല്ല നമ്മുടെ നാട്ടുമറങ്ങൾ അങ്ങനെ വിളിക്കാം. ശരിക്കും താങ്കളുടെ ബ്ലോഗുകൾ അങ്ങനെ പ്രത്യേകത ശരിക്കും അങ്ങനെ തന്നെ കരുതിയാണോ? ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് അത് ഇങ്ങനെ ഒരു ഇത് തന്നെ പിടിക്കാൻ, പാറ്റേൺ പിടിക്കാൻ എന്നൊരു പല കഥാപാത്രങ്ങളും നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കഥകളിൽ എഴുതിയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പൊ എപ്പോഴും ഒരു ഇരട്ടപ്പേരുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നോട്ടീസ് ചെയ്യുമല്ലോ. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇരട്ടപ്പേരിനോട് ചേർന്നിട്ട് അവർക്കൊരു ക്യാരക്ടറും ഉണ്ടാവും. അത് രണ്ട് രീതിയിലും വരാം. നമുക്ക് പേരിൽ നിന്ന് ക്യാരക്ടറൈസേഷനും കൊണ്ടുവരാം, ക്യാരക്ടറൈസേഷനിൽ നിന്ന് ഒരു ഇരട്ടപ്പേരും ചേർക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അനസൻ രാജേഷ്, ഋതിനി സാർ, സൈക്കോ ബാലേന്ദ്രൻ, കാണാതെ കുഞ്ഞിപ്പം. അപ്പൊ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അതിനെ നമ്മൾ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്.